ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണമുണ്ട് കേട്ടോ. ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നുണ്ടായ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എനിക്ക് പിള്ളേർക്ക് അറിയണ്ടാവും, മാമാർത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ഞാൻ ഒരുപാട് ലിപ്സ്റ്റിക് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല ലിപ്സ്റ്റിക്കുകളാണ്, പലതും നല്ല ഷെയ്ഡുകളാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കുറെ ബ്രൗൺ ഗേൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ ലിപ്സ്റ്റിക് കളർക്കുണ്ട് കേട്ടോ. കുറെ നാളുകൊണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കും മാമാർത്തിന്റെ ലിപ്സ്റ്റിക്കും അതിനകത്തുണ്ട്. അങ്ങനെ ഞാൻ ഇവരുടെ ലിപ്സ്റ്റിക് ഓർഡർ ചെയ്തു. ഞാൻ ഓർഡർ ചെയ്ത 2 ഷെയ്ഡ്, ഒന്ന് റെഡ് കാർമൽ എന്ന് പറഞ്ഞ ഷെയ്ഡും പിന്നെ ഒന്ന് റെസിൻ പഞ്ച് എന്ന് പറഞ്ഞ ഷെയ്ഡുമാണ്. സാധനം വന്നു, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് സാധനം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഒരു ലിപ്സ്റ്റിക് എത്ര എക്സൈറ്റ്മെന്റ് ആവശ്യമുണ്ടോ? ഉണ്ട് ഗൈസ്, ലിപ്സ്റ്റിക് ലവേഴ്സ് അത് മനസ്സിലാവും. ലിപ്സ്റ്റിക് വരാൻ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വരുന്ന വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അത് വന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കി നല്ല ഷെയ്ഡാണെന്ന് നമുക്ക് അറിയാം. എന്നാൽ പോലും നമുക്ക് ലിപ്സ്റ്റിക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഭയങ്കര അത് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരിക്കും നമുക്ക്. അത് ലിപ്സ്റ്റിക് ലവേഴ്സിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർഡർ വന്നു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി തുറന്നു നോക്കി. അപ്പൊ അതിനകത്ത് റെഡ് കാർമൽ ഇല്ല, പകരം എക്സ്പ്രസോ ബ്രൗൺ ആണ് അവർ വെച്ചേക്കുന്നത്. റെസിൻ പഞ്ച് ഒബ്വിയസ്ലി വെച്ചിട്ടുണ്ട്, റെസിൻ പഞ്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ അവർ എക്സ്പ്രസോ ബ്രൗൺ വെച്ചേക്കുന്നു. അത് കണ്ടപ്പോ എന്റെ മൂഡ് മുഴുവൻ പോയി. കാരണം ഇപ്പൊ ചിലർക്ക് തോന്നും എന്തിന് തോന്നും, പക്ഷെ ഒരു ലിപ്സ്റ്റിക് ലവറിനത് അത് കാത്തിരുന്ന് അത് ഓർഡർ വന്നപ്പോ ആ സാധനം അല്ലെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാവും? അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ എന്ത് ചെയ്തു, അവർക്ക് മെയിൽ അയച്ചു. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല, ഞാൻ നിങ്ങളെ സ്ഥിരം കസ്റ്റമർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മെയിൽ അയച്ചു. 5 to 10 മിനിറ്റ്സ് റിപ്ലൈ വന്നു. അത് ചെക്ക് ചെയ്യുന്നത് ടീമിനായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 hour പിന്നെ ഒരിക്കലും മെയിൽ അയച്ചു. അത് അവരുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് ആണ്, സോറി പറഞ്ഞുകൊണ്ട് ഇതിനുള്ള റീഫണ്ട് ഞങ്ങൾ തരും എന്ന് പറഞ്ഞിട്ട് അയച്ചു. പിന്നെ അവർ അതിൽ മെയിലിൽ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്തു, ഈ സാധനം പിക്കപ്പ് ചെയ്യാൻ ആരും പറ്റില്ല, അത് നിങ്ങൾ ഡിസ്കാർഡ് ചെയ്തു. ലിപ്സ്റ്റിക് ഇഷ്ടപ്പെടുന്ന പെൺപിള്ളേരാരും ലിപ്സ്റ്റിക് നമുക്ക് ചേർന്നില്ലെങ്കിൽ കൂടെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യില്ല, അത് ഞങ്ങളുടെ റൂളിനെതിരാണ്, ഡിസ്കാർഡ് ചെയ്തില്ല. അപ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ മെയിൽ അയച്ചു. അപ്പോൾ ഞാൻ വെച്ചാൽ ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിന്റെ റീഫണ്ട് എനിക്ക് വരും, ഞാൻ ഇനി വരുന്ന സമയത്ത് ഓർഡർ ചെയ്തതാണ്. അപ്പോഴും കുഴപ്പമില്ല, എനിക്ക് റീഫണ്ട് തന്നല്ലോ, ലിപ്സ്റ്റിക്ക് കിട്ടിയല്ലോ. എനിക്ക് 2-3 ദിവസം എനിക്ക് റീഫണ്ട് വന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്ക് 2 ലിപ്സ്റ്റിക്കിന്റെയും റീഫണ്ട് ഒരാഴ്ച തന്നു. ഞാൻ വിചാരിച്ചു എന്തിന്, ഞാൻ ഒരു പ്രൊഡക്റ്റല്ലേ മാറിപ്പോയെന്ന് പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് അത് മാത്രം തന്നാൽ പോലെ അവർക്ക്. പക്ഷെ 2 തന്നു. അപ്പൊ എനിക്ക് നല്ല ഭയങ്കര ആ ഒരു വിഷമത്തിന് പകരം ഒരു ഡബിൾ ഹാപ്പിനെസ് എനിക്ക് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇവർ ഒരു സെലിബ്രിറ്റി അല്ല, ഒരു ഫേമസ് അല്ലാത്ത പേഴ്സണാലിറ്റി ആയിട്ട് പോലും എനിക്ക് അവര് ഈ റീഫണ്ടും എന്നെ അവർ കൺസിഡർ ചെയ്ത് ഞാൻ എൻ്റെ കൺസേൺ പറഞ്ഞപ്പോൾ ഒരു വാല്യൂ തന്നു, എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു, എന്നെ ഹാപ്പി ആക്കുകയും ചെയ്തു. അവരെല്ലാം സക്സസ് ആയി. അപ്പോൾ എനിക്ക് മറ്റു കമ്പനിക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും വലിയ വലിയ സെലിബ്രിറ്റീസിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ സാധാരണ ആരെയും നിങ്ങളുടെ ബിസിനസ് വളരുമ്പോൾ അവരെ കൂടി കൺസിഡർ ചെയ്യുക, അവരെ കൂടി നന്നായി ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഈ മാമാർത്തിലെ നല്ലൊരു ക്വാളിറ്റി നിങ്ങളെല്ലാം അഡാപ്റ്റ് ചെയ്ത് എല്ലാവരും ഇതുപോലെ ആവുക. അപ്പോൾ അതെനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയി തോന്നി, അത് എല്ലാവരോടും ഷെയർ ചെയ്യണം തോന്നി. എനിക്ക് 2 ലിപ്സ്റ്റിക് ഫ്രീ ആയിട്ട് കിട്ടി, അത് വേറെ കാര്യം. അപ്പം അത്രേ ഉള്ളൂ. ബൈ.